നമസ്കാരം. നവീൻ ബാബു കേസിൽ ഒരു CBI അന്വേഷണത്തിനുള്ള എല്ലാ സാധ്യതയും അടഞ്ഞിരിക്കുന്നു എന്നാണ് അവസാനം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മഞ്ജുഷ നൽകിയ ഹർജി അട്ടിമറിക്കപ്പെട്ടു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. നവീൻ ബാബുവിൻ്റേത് ഒരു പാർട്ടി കുടുംബമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിരുന്നിട്ടും പ്രോസിക്യൂഷനെ വിശ്വസിക്കാതെ തലശ്ശേരി സെഷൻസ് കോടതി മുമ്പാകെ PP ദിവ്യയുടെ മുൻകൂർ ജാമ്യ ഹർജിയും റെഗുലർ ജാമ്യ ഹർജിയും വാദത്തിന് വന്ന അവസരത്തിൽ കേരള ഹൈക്കോടതിയിലെ പ്രഗത്ഭനായ സീനിയർ അഡ്വക്കേറ്റ് ജോൺ റാൽഫാണ് നവീൻ ബാബുവിന്റെ കുടുംബത്തിന് വേണ്ടി അവിടെ ഹാജരായിരുന്നത്. PP ദിവ്യയ്ക്ക് റെഗുലർ ജാമ്യം കിട്ടിയതിനു ശേഷം മഞ്ജുഷ തന്റെ ഭർത്താവിന്റെ ദുരൂഹ മരണത്തിൽ CBI അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിനെ സമീപിക്കുകയുണ്ടായി. എന്നാൽ കഴിഞ്ഞ ജനുവരി 6-ാം തീയതി മഞ്ജുഷയുടെ ആ ആവശ്യം പരിഗണിച്ചുകൊണ്ടുള്ള ഹർജി ബഹുമാനപ്പെട്ട സിംഗിൾ ബെഞ്ച് തള്ളിക്കളയുകയാണ് ഉണ്ടായത്. തുടർന്ന് അതിനെതിരെ മഞ്ജുഷ 193/2025 നമ്പരായി ഒരു റിട്ട് അപ്പീൽ ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെ ജനുവരി മാസം 31-ാം തീയതി സമർപ്പിക്കുകയുണ്ടായി. അതിൽ 6-ാം തീയതി വാദം കേട്ട സമയത്താണ് കേരളത്തിന് കോടതി മുറിയിൽ പല വിചിത്രമായ കാഴ്ചകളും കാണേണ്ടതായി വന്നത്. അതിൽ ഒന്നാമത്തെ കാഴ്ച, അതുവരെ കേസ് കൈകാര്യം ചെയ്തിരുന്ന സീനിയർ അഡ്വക്കേറ്റായ ജോൺ റാൽഫിനെ മാറ്റി പകരം മറ്റൊരു അഡ്വക്കേറ്റും നല്ല മുൻകാല ചരിത്രം ഇല്ല എന്ന് ആരോപിക്കപ്പെടുന്നതുമായ S. ശ്രീകുമാറിനെയാണ് പുതിയതായി ദൗത്യം ഏൽപ്പിച്ചിരുന്നത്. എന്നാൽ അദ്ദേഹം തന്റെ വാദത്തിനിടെ മഞ്ജുഷയുടെ ഹർജിയെ അടിമുടി തകർക്കുന്ന രീതിയിൽ CBI അന്വേഷണം അനുവദിച്ചില്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം അനുവദിച്ചാലും മതി എന്ന വിചിത്രമായ ഒരു വാദം ഉന്നയിക്കുന്നത് നാം ഏവരും കണ്ടു. ആ വിചിത്രമായ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷമാണ് മഞ്ജുഷയുടെ ഹർജി ബഹുമാനപ്പെട്ട സിംഗിൾ ബെഞ്ചിന് മുമ്പിൽ എങ്ങനെയാണ് പരിഗണിക്കപ്പെട്ടത് എന്നും എന്തുകൊണ്ടാണ് അവരുടെ ഹർജി തള്ളിക്കളഞ്ഞതെന്നും ഒരു പഠനം നടത്തിയത്. അപ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്. മഞ്ജുഷയുടെ കേസിന് ഒരു CBI അന്വേഷണം കിട്ടേണ്ട എല്ലാ മെറിറ്റ്സും ഉണ്ടായിരുന്നു എങ്കിൽ തന്നെയും അവരുടെ ഹർജിയിലെ ഗ്രൗണ്ട്സ് വേണ്ടത്ര ശക്തിയുള്ളത് ആയിരുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായത്. അവരുടെ എല്ലാ ആരോപണങ്ങളും കേസ് ഡയറിയിൽ തട്ടി തെറിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ട കേസുകളാണെങ്കിൽ അത് CBI അന്വേഷണത്തിന് കൈമാറാവുന്നതാണ് എന്നുള്ള സുപ്രീം കോടതി നിർദ്ദേശം നിലനിൽക്കെ തന്നെ ഈ കേസിൽ ഒരുപക്ഷെ പ്രതിയാകേണ്ടിയിരുന്ന ജില്ലാ കളക്ടറെ പ്രതിയാക്കിയില്ല എന്നും അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി IAS ലോബി ഇടപെടുന്നു എന്നും ഉള്ള ആരോപണം അതിൽ ഉണ്ടായിരുന്നില്ല. കൂടാതെ ഈ കേസിൽ മറ്റൊരു പ്രതിയാകേണ്ടിയിരുന്ന പ്രശാന്തിനെ കക്ഷിയാക്കിയിട്ടില്ല എന്നും പ്രശാന്തിനും അന്വേഷണ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള മറ്റുവിധ ബന്ധങ്ങളും ഒന്നും തന്നെ ഉന്നയിച്ചതായി കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. നവീൻ ബാബുവിന്റെ കുടുംബത്തിൽ തന്നെ അഭിഭാഷകർ ഉണ്ടായിരിക്കെ ഈ കേസ് നടത്തിപ്പിൽ വളരെ വലിയ വീഴ്ചകളാണ് സംഭവിച്ചിരിക്കുന്നത്. ആ ഹർജി വേണ്ട വിധത്തിൽ ഡ്രാഫ്റ്റ് ചെയ്തില്ല എന്ന് നമുക്ക് പ്രഥമദൃഷ്ട്യാ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഒരുപക്ഷെ കളക്ടറെ ഈ കേസിൽ നിന്നും ഒഴിവാക്കാൻ ഹർജിക്കാരിക്ക് അല്ലാത്ത പക്ഷം അവരുമായി ബന്ധപ്പെട്ട അഭിഭാഷകർക്ക് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നതായാണ് എനിക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ 6-ാം തീയതി വാദം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഏവർക്കും മനസ്സിലായി ആ ഹർജി എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന്. ആ സംഭവത്തിന് ശേഷം മഞ്ജുഷ കേരള ഹൈക്കോടതിയിലെ മറ്റൊരു സീനിയർ അഭിഭാഷകനായ K. രാംകുമാർ സാറിനെ സമീപിക്കുകയും ഹൈക്കോടതി റൂൾ സെക്ഷൻ 5 പ്രകാരം ആ കേസിനെ വീണ്ടും പരിഗണനയ്ക്കായി 11-ാം തീയതി ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെ കൊണ്ടുവരികയും ചെയ്തു. അന്ന് ആ കേസ് ലിസ്റ്റ് ചെയ്തിരുന്നത് ടു ബി സ്പോക്കൺ ടു എന്ന വിഭാഗത്തിന് അടിയിലായിരുന്നു. ടു ബി സ്പോക്കൺ ടു എന്ന് പറഞ്ഞാൽ വാദം കഴിഞ്ഞ് ഉത്തരവിനായി റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന കേസുകളിൽ മറ്റെന്തെങ്കിലും കൂടുതൽ പറയാനുള്ള പക്ഷം അങ്ങനെ ആ കേസിനെ വീണ്ടും കോടതി മുമ്പാകെ കൊണ്ടുവരുന്നതാണ് ഈ ടു ബി സ്പോക്കൺ ടു എന്ന് പറയുന്നത്. അതിനുശേഷം മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലായത് ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വീണ്ടും കേസ് ഡയറി ഹാജരാക്കാൻ പ്രോസിക്യൂഷനോട് ആവശ്യപ്പെട്ടു എന്നാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ 13-ാം തീയതി ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ CBI അന്വേഷണത്തിലുള്ള വാതിലുകൾ പൂർണ്ണമായും അടഞ്ഞിട്ടില്ല എന്നും ഒരുപക്ഷെ
ഈ കേസിൽ ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വീണ്ടും വാദം കേൾക്കാനുള്ള ചാൻസ് ഉണ്ടെന്നും എന്റെ 13-ാം തീയതിയിലെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോടൊക്കെ പറയുകയുണ്ടായി. എന്നാൽ ഇന്ന് ഞാൻ വീണ്ടും ആ കേസിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് പരിശോധിച്ച അവസരത്തിലാണ് രാംകുമാർ സാർ ഹാജരായ കഴിഞ്ഞ 11-ാം തീയതി കോടതിയിൽ എന്താണ് നടന്നതെന്നും കോടതി എന്ത് തീരുമാനമാണ് എടുത്തതെന്നും എനിക്ക് മനസ്സിലായത്. അത് നമ്മളെ ആകെ ഏറെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. അതിൽ 11-ാം തീയതിയിലെ രാംകുമാർ സാറിന്റെ വാദത്തിന് ശേഷം കോടതി സൂചിപ്പിച്ചിരിക്കുന്നത് സ്പോക്ക് നോ ചേഞ്ച് എന്നാണ്. അതായത് സംസാരിച്ചു, പക്ഷേ ഒന്നിലും ഒരു മാറ്റവും ഇല്ല എന്നർത്ഥം. അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ 6-ാം തീയതി അഡ്വക്കേറ്റ് ശ്രീകുമാറിന്റെ വാദത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ പോകുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ അവിടെ 2 സാധ്യതകൾ ആണുള്ളത്. ഒന്നുകിൽ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിനെ അതുപോലെ ശരിവെച്ചുകൊണ്ട് അപ്പീൽ തള്ളിക്കളയും. അല്ലാത്ത പക്ഷം ശ്രീകുമാറിന്റെ വാദത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസ് ക്രൈം ബ്രാഞ്ചിന് മാറ്റപ്പെടും. അതിൽ രണ്ടിലും ഒരു വ്യത്യാസമുണ്ട്. സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ശരിവെക്കുകയും റിട്ട് അപ്പീൽ തള്ളിക്കളയുകയും ചെയ്യുകയാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും മഞ്ജുഷയ്ക്ക് വേണമെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാം. എന്നാൽ ശ്രീകുമാറിന്റെ വാദത്തിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഈ കേസിന്റെ അന്വേഷണം ക്രൈം ബ്രാഞ്ചിന് വിടുകയാണ് എങ്കിൽ മഞ്ജുഷയ്ക്ക് പിന്നെ സുപ്രീം കോടതിയിലേക്ക് പോകാൻ സാധ്യമല്ല. കാരണം ആ ജഡ്ജ്മെന്റിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്താൻ പോകുന്നത് മഞ്ജുഷ ആവശ്യപ്പെട്ട പ്രകാരം ഈ കേസ് ക്രൈം ബ്രാഞ്ചിന് വിടുന്നു എന്നായിരിക്കും. നമുക്കറിയാം മഞ്ജുഷയല്ല ആവശ്യപ്പെട്ടത്. എന്നാൽ അവർക്ക് വേണ്ടി ഹാജരായ ശ്രീകുമാർ പറഞ്ഞ വാദം മഞ്ജുഷയുടെ വാദത്തിന് തുല്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സുപ്രീം കോടതി ചോദിക്കും, നിങ്ങളുടെ ആവശ്യപ്രകാരമാണ് ഹൈക്കോടതി അന്വേഷണം ക്രൈം ബ്രാഞ്ചിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ഞങ്ങൾക്ക് നിങ്ങളുടെ അപ്പീൽ, അതിനെതിരെയുള്ള അപ്പീൽ പരിഗണിക്കാൻ സാധ്യമല്ല എന്നായിരിക്കും സുപ്രീം കോടതി പറയാൻ പോകുന്നത്. CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ ഹർജിയെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ അവതരിപ്പിക്കുന്നതിൽ ഇടപെട്ടിട്ടുള്ള മഞ്ജുഷയുടെ കുടുംബാംഗങ്ങളായ അഭിഭാഷകർ തന്നെ അതിന് പാരവച്ചു എന്നാണ് എനിക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത്. കാരണം അവരുടെ മേൽ ഏതെങ്കിലും തരത്തിലുള്ള ദുസ്വാധീനങ്ങൾ ഉണ്ടാകപ്പെടാൻ ഉള്ള എല്ലാ സാഹചര്യവും ആണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഒന്നാമതായി അതുവരെ നല്ല രീതിയിൽ കേസ് നടത്തിക്കൊണ്ടിരുന്ന റാഫ് സാറിനെ മാറ്റുന്നു. അതിനൊരു കാരണവും കുടുംബാംഗങ്ങൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. രണ്ടാമതായി സ്വാഭാവികമായിട്ടും ഒരു സീനിയർ അഭിഭാഷകൻ കയറി ഇങ്ങനെ വാദിക്കും എന്ന് നമുക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയില്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ തീർച്ചയായിട്ടും കിട്ടിയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, തീർച്ചയായിട്ടും ഒരു ബാർ കൗൺസിലിന് മുന്നിൽ ഈ ശ്രീകുമാറിനെതിരെ യാതൊരുവിധ പരാതികളും ഭാവിയിൽ ആരും തന്നെ നൽകാൻ പോകുന്നില്ല എന്നും ആണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കേസ് ഹൈക്കോടതി മുമ്പാകെ അട്ടിമറിക്കപ്പെട്ടു എന്ന് തന്നെയാണ്. ഇവിടെയാണ് നാം സാധുക്കളായ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും മാതാപിതാക്കളെ ഓർമ്മിക്കേണ്ടത്. അവർ ശക്തരായ സർക്കാരിനെതിരെ സുപ്രീം കോടതി വരെ യുദ്ധം ചെയ്ത് CBI അന്വേഷണം കൊണ്ടുവന്ന് തങ്ങളുടെ മക്കൾക്ക് ന്യായമായ നീതി ലഭ്യമാക്കുകയുണ്ടായി. അതുകൂടി നാം ഇവിടെ ചേർത്ത് വായിക്കേണ്ടതാണ്. എനിക്ക് മഞ്ജുഷയോട് സ്നേഹവും അനുകമ്പയുമുണ്ട്. അവർ ക്വാളിഫൈഡും നല്ല ഒരു ഉദ്യോഗത്തിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ തന്നെയും ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു കേസ് നടത്തിയുള്ള പരിചയം ഉണ്ടായിരിക്കാൻ യാതൊരു സാധ്യതയും ഇല്ല. അവരോടൊപ്പം ഉണ്ടായിരുന്ന അവരുടെ ബന്ധുക്കളായ അഭിഭാഷകർ തന്നെ ആയിരുന്നിരിക്കണം ഈ കേസിനെ നേരെ രീതിയിൽ നടത്തിക്കേണ്ടിയിരുന്നത്. എന്നാൽ അതിൽ അവർ അമ്പെ പരാജയപ്പെട്ടു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ദിവ്യയുടെ ആത്മഹത്യാ പ്രേരണ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ഏത് രീതിയിലുള്ള കുറ്റപത്രമാണ് നൽകാൻ പോകുന്നത് എന്ന് നമുക്ക് അറിയില്ല. ഈ കേസ് നടത്തിയ അതേ രീതിയിൽ ട്രയൽ കോടതി മുമ്പാകെ ആ കേസും നടത്തി നശിപ്പിക്കാനുള്ള എല്ലാ സാഹചര്യവുമാണ് നിലനിൽക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ കഷ്ടമെന്നല്ലാതെ മറ്റൊന്നും എനിക്ക് പറയാനില്ല. അതിനാൽ നമ്മൾ ആരും ആകാംക്ഷയോടെ കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ കേസിൽ പുതിയ വാദം നടത്തുമെന്നോ ഈ കേസ് CBI അന്വേഷണത്തിന് വിടുമെന്നോ തെറ്റിദ്ധരിച്ച് പ്രതീക്ഷയോടെ കാത്തിരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അത് ഒരിക്കലും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല എന്ന ദുഃഖസത്യം അറിയിക്കാനാണ്
ഞാൻ ഈ വീഡിയോ ചെയ്തത്. നന്ദി.